നമസ്കാരം. ലോക്സഭയിൽ തനിച്ച് 370 സീറ്റുകൾ, മുന്നണിയായി 400-ലേറെ. ഇങ്ങനെ ഒരു ലക്ഷ്യം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് എന്തിനെന്ന് പല വ്യാഖ്യാനങ്ങളുമുണ്ടാകാം. പക്ഷേ അത് സാധ്യമാണോ എന്നതാണ് കൗതുകകരമായ ചോദ്യം. ഇപ്പോൾ ഈ ചോദ്യം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ നൽകി പ്രവർത്തകരെ ത്രസിപ്പിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ പതിവ് തന്ത്രമാണ്. 543 അംഗ ലോക്സഭയിലെ ഇതുവരെയുള്ള വലിയ വിജയം 1984 രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റേതാണ്. പാർട്ടിക്ക് 414 സീറ്റ് ലഭിച്ചു. 2019 437 സീറ്റിൽ മത്സരിച്ച BJP 303 നേടി. NDA 353. 70ഓളം സീറ്റുകളിൽ കൂടി വിജയിച്ചാലേ BJPക്ക് പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാനാകൂ. 1984 കോൺഗ്രസിന് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തും പ്രാതിനിധ്യമില്ലാതിരുന്നില്ല. എന്നാൽ BJP ആകട്ടെ ആകെ 84 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആന്ധ്ര, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ സംപൂജ്യരാണ്. 2-ലേറെ MPമാരുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് തനിച്ച് മുഴുവൻ സീറ്റുകളും കിട്ടിയ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളാണ്. ഇവയിൽ ഗുജറാത്തും ഉത്തരാഖണ്ഡും ഈ നേട്ടം ആവർത്തിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനങ്ങളാണ്. ഹിമാചലിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെയും നിയമസഭയിലെയും തോൽവികൾ കരിനിഴലാണ്. പക്ഷേ കോൺഗ്രസിൽ അടുത്തിടെയുണ്ടായ വിഭാഗീയത BJPക്ക് ഗുണമാകും. ഡൽഹിയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യമാണ് ഭീഷണി ഉയർത്തുന്നത്. 2019 BJP നേടിയ 57% വോട്ടിനൊപ്പം അന്ന് തനിച്ച് മത്സരിച്ച ഈ പാർട്ടികളുടെ വോട്ട് വിഹിതം എത്തില്ല. എങ്കിലും കടുത്ത മത്സരം പ്രതീക്ഷിക്കാം. ഹരിയാനയിൽ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിച്ചത് ചുരുങ്ങിയത് ലോക്സഭാ മത്സരത്തെ ബാധിക്കില്ലെന്ന് പാർട്ടി കരുതുന്നു. ചെറിയ വ്യത്യാസത്തിന് 100% നഷ്ടപ്പെട്ട 5 മുഖ്യ സംസ്ഥാനങ്ങളുണ്ട്: രാജസ്ഥാൻ, മധ്യപ്രദേശ്, കർണാടക, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവ. 2019 ആകെയുള്ള 25-ൽ 24 സീറ്റ് നേടിയ BJPക്ക് രാജസ്ഥാനിൽ ഹാട്രിക് വിജയം അകലെയല്ല. ഇവിടെ സഖ്യകക്ഷിയായ RLPയാണ് അവശേഷിച്ച ഏക സീറ്റ് നേടിയതെങ്കിലും ഇപ്പോൾ അവർ സഖ്യത്തിലില്ല. മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ നഷ്ടമായ ചിന്താട് മാത്രമാണ് വെല്ലുവിളി. കമൽനാഥിൻ്റെ ആടിക്കളി മൂലം കോൺഗ്രസിനാണ് ഇവിടെ തലവേദനയേറെ. ഛത്തീസ്ഗഡിൽ 2 സീറ്റാണ് നഷ്ടമായത്. ഭൂപേഷിനെ ഇറക്കി കോൺഗ്രസ് ആഞ്ഞു പിടിക്കുന്നുണ്ടെങ്കിലും മേൽക്കൈ BJPക്ക് തന്നെയാണ്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് തിരിച്ചടിയാകാതെ നോക്കണമെന്ന പ്രശ്നം പാർട്ടി നേരിടുന്നു. കർണാടകയിൽ സംസ്ഥാന ഭരണം കോൺഗ്രസിനാണെങ്കിലും ലോക്സഭയിലേക്ക് വ്യത്യസ്തമായ ഫലം സാധാരണമാണ്. JDSയുമായുള്ള സഖ്യവും BJPക്കുണ്ട്. ഒരു തരംഗമുണ്ടെങ്കിൽ തന്നെ ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി 7 സീറ്റുകൾ കൂടിയേ അധികമായി നേടാനുള്ളൂ. ഏറ്റവും അധികം MPമാരെ തിരഞ്ഞെടുക്കുന്ന UPയിൽ 80-ൽ 62 സീറ്റുകളാണ് കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ചത്. 78 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. സഖ്യകക്ഷിയായ അപ്നാദളിന് 2 സീറ്റും കിട്ടി. ഇത്തവണ RLD BJPക്കൊപ്പമാണ്. മറ്റ് ചില ചെറു കക്ഷികളുമുണ്ട്. ഇവർക്കെല്ലാം സീറ്റുകൾ നൽകിയാൽ 2019 അത്ര സീറ്റുകളിൽ മത്സരിക്കാനാവില്ല. SPയും കോൺഗ്രസും ഇക്കുറി സഖ്യത്തിലാണ്. എന്നാൽ 10 സീറ്റുകൾ നേടിയിരുന്ന BSP തനിച്ച് നിൽക്കുന്നത് BJPക്ക് സഹായകരമാകാം. അനുകൂല തരംഗമുണ്ടായാൽ സഖ്യകക്ഷികൾക്ക് പുറമെ 70ഓളം സീറ്റുകൾ നേടാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഉത്തരേന്ത്യയിലെ 220 സീറ്റുകളിൽ 150 എണ്ണമാണ് ഇപ്പോൾ BJPക്കുള്ളത്. ഗുജറാത്തും രാജസ്ഥാനും മഹാരാഷ്ട്രയും ഗോവയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള പടിഞ്ഞാറൻ ഇന്ത്യയിൽ 103-ൽ 75 സീറ്റുണ്ട്. ശക്തമായ ഭരണാനുകൂല വികാരമുണ്ടായാൽ ഇവിടങ്ങളിലും വടക്ക് കിഴക്കിലും കൂടി 25 സീറ്റുകളാണ് അധികം നേടാനാവുക. ഒഡീഷ, ബംഗാൾ എന്നീ കിഴക്കൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യയും കനിഞ്ഞാൽ മാത്രമേ 370 എന്ന ലക്ഷ്യത്തിലെത്താനാകൂ. കേരളത്തിൽ 3 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഉറപ്പ് പറയാനാവില്ല. ദക്ഷിണേന്ത്യയിലെ 131 സീറ്റുകളിൽ
29 ബി ജെ പിക്ക് നിലവിലുള്ളത്. അത് 60 ഏറെക്കുറെ അസാധ്യമാണ്. സർക്കാരിന് അനുകൂലമായ ഒരു തരംഗമുണ്ടെങ്കിലേ ഈ കണക്ക് കൂട്ടലുകളിൽ കഴമ്പുള്ളൂ. എങ്കിലേ 370 യാഥാർത്ഥ്യമാകൂ.